അപ്പോൾ നെല്ലിയാമ്പതി റിസർവ് ഫോറസ്റ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതിൽ ഇപ്പോൾ ഞാനിവിടെ പൈസ കൊടുത്തിട്ട് സ്റ്റേ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ഫോറസ്റ്റുകാരുടെ പെർമിഷൻ ഉണ്ട്. നെല്ലിയാമ്പതി മിസ്റ്റി വാലിക്കാരുടെ ആണ് ഈ പെർമിഷനൊക്കെ വാങ്ങിച്ചിരിക്കുന്നത്. ഒരു ദിവസം സ്റ്റേ ആണുള്ളത്. അപ്പോൾ വൈറ്റ് ഹൗസ്, അത് ഇങ്ങനത്തെ ടൈപ്പ് ഹൗസ് ഉണ്ട്, അവിടെയാണ് ഞാൻ സ്റ്റേ ചെയ്തത്. അപ്പം രണ്ടാൾക്ക് 2500 വീതം 5000 റുപ്പീസാണ് പെർ ഡേ. അപ്പോൾ ഇതല്ലാതെ ബംഗ്ലാ ഉണ്ട്, അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോയി കാണാം. അപ്പോൾ ഇതിൻ്റെ ഫെസിലിറ്റീസ് ഇവിടെ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് സഫാരി ഇവർ ഈ പാക്കേജിൽ അവർ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഉച്ചക്കത്തെ ഫുഡ്, ചായ, പിന്നെ രാത്രി നൈറ്റിലെ ഫുഡ്, ഇതാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇതിലുള്ള കാഴ്ചകൾ നമുക്ക് ഇങ്ങനെ കണ്ട് ആസ്വദിക്കാം. കറക്റ്റ് ഫോറസ്റ്റിന് നടുക്ക് തന്നെയുള്ളത്. എത്രത്തോളം മൃഗങ്ങളുടെ അടുത്താണെന്ന് അറിയത്തില്ല, പക്ഷേ ഡെഫിനറ്റ്ലി ഇതൊരു ഫോറസ്റ്റിൻ്റെ പരിധി തന്നെ, റിസർവ് ഫോറസ്റ്റ് തന്നെയാണ്. കുറച്ച് ദൂരം അങ്ങ് നടന്ന് നോക്കാം. ആനയുടെയാണ്. അപ്പോൾ രാത്രിയൊക്കെയാണ് കൂടുതൽ ആനകളൊക്കെ വരിക. ഈ സമയത്തൊന്നും അങ്ങനെ ഉണ്ടാവില്ല രാത്രി. അതുകൊണ്ടാണ് നൈറ്റ് സഫാരി ഇവർ പോയാൽ നമുക്ക് കൂടുതൽ ചാൻസ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഭാഗ്യം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ നല്ലൊരു വൈബാണ്. ആ ചീവീടിൻ്റെ ആ ശബ്ദം കണ്ടോ, ആ കാട്ടിൻ്റെ എല്ലാ സൈഡും നമുക്ക് ചീവീടിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതരം വൈബാണ് ഇതിനുള്ളത്. നെല്ലിയാമ്പതിയിൽ എനിക്കറിയാവുന്ന രണ്ട് ഫോറസ്റ്റ് ഏരിയ ഉള്ളത്. ഒന്ന് ഗവൺമെൻറ്റിൻ്റെ നെല്ലി മാൻഷൻ, കരടി ബംഗ്ലാവ് എന്ന് വിളിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉണ്ട് എൻ്റെ ചാനലിൽ. അതല്ലാതെ രണ്ടാമത്തേത് ഈ മിസ്റ്റി വാലി. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി, പ്രൈവറ്റ് റിസോർട്ട്സ് ഉണ്ട്. അതിലൊന്നാണ് മിസ്റ്റി വാലി. ബ്രിട്ടീഷുകാർ പണ്ട് നിർമ്മിച്ച ഒരു ബംഗ്ലാ ഉണ്ട്. ആ ബംഗ്ലാവിലാണ് ഇവർ മോഡിഫൈ ചെയ്തിട്ട് അത് റിസോർട്ടാക്കി മാറ്റിയത്. കുരങ്ങുകൾ ഇഷ്ടം പോലുണ്ട്. സിംഹവാലൻ, പിന്നെ ബ്ലാക്ക് മങ്കീസ്, ഹനുമാൻ കുരങ്ങ്, അതൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കാണാം. പിന്നെ ഈ ടൈം ആകുമ്പോൾ മ്ലാവ്, പിന്നെ കാട്ടുപോത്തൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാട്ടുപോത്തൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇപ്പം നമുക്കിനി കുറച്ച് നേരം ഇതിൻ്റെ സൈലൻസ് ഒന്ന് ആസ്വദിക്കാം. അവിടെ ജമ്പ് ചെയ്ത് പോകുന്നതാണ്. അതാണ് സിംഹവാലൻ കുരങ്ങ്, കറുത്തതാണ്, ജമ്പ് ചെയ്ത് പോകണം കാണാം. ഇഷ്ടം പോലെ നമ്മൾ ആ വോയിസ് കേൾക്കുമ്പോൾ തന്നെ അത് ഓടി രക്ഷപ്പെടുന്നുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞ സിംഹവാലൻ കുരങ്ങ്. എന്താ ജമ്പ്! ഇവരുടെ ഈ കാടിനുള്ളിൽ ഒരു ചെറിയൊരു അമ്പലമാണ്. മുരുകൻ കോവിലാ തോന്നുന്നു. മുരുകൻ്റെ ഇതൊക്കെ കാണാം. ഇത് കണ്ട ഇവരുടെ പഴയ എസ്റ്റേറ്റിൻ്റെ ഇതൊക്കെയാണ്. ഇത് പണ്ട് എസ്റ്റേറ്റ് ആയിരുന്നു. പണ്ട് ബ്രിട്ടീഷുകാരും അവരിവിടെ താമസിച്ചിരുന്നു. പല കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ഇത് ഇപ്പോൾ റിസർവ് ഫോറസ്റ്റായി മാറി. അതാണ് ഇതിൻ്റെയൊക്കെ ഇത് കാണുന്നത്. ഇപ്പോഴത് എസ്റ്റേറ്റിൻ്റെ ഒരു ഇതിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് പോയാൽ കൂടുതൽ ഡീപ്പായിട്ട് നമുക്ക് ഫോറസ്റ്റിലേക്കും. ഇപ്പോൾ 5 മണിയായി. അപ്പോൾ ഇനി അധികം ഉള്ളിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഇവിടം വരെ ഉള്ളൂ. കുറച്ചും കൂടി അങ്ങോട്ടൊക്കെ പോയി നോക്കാം, അത്ര തന്നെ. ഇതിലൂടെ പോയി നമുക്കറിയില്ല ഇതിനുള്ളിൽ എന്തൊക്കെ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന്.
സേഫ് അല്ല. കേരള ഫോറസ്റ്റിൻ്റെ പ്രത്യേകതയാണ് കംപ്ലീറ്റ് പച്ചപ്പായിരിക്കും. നെല്ലിയാമ്പതി, പാലക്കാട് പറമ്പിക്കുളമൊക്കെ വളരെ അടുത്താണ് ഇതിൻ്റെ. ഏകദേശം 20-30 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ആനിമൽസ് ഇവിടുത്തെ ആനിമൽസ് അങ്ങോട്ടൊക്കെ ഇങ്ങനെ പോയി കളിക്കും. കാരണം ഈ വെള്ളമൊക്കെ തേടിയിട്ട് അവരെന്തായാലും പോകും. എന്ത് പച്ചപ്പല്ലേ. എന്ത് ഭംഗിയല്ലേ. ചെറിയൊരു ഈ മലകളിൽ നിന്നൊക്കെ വരുന്ന വെള്ളമില്ലേ, അതിൻ്റെ ഒരു ചെറിയൊരു കുളം. ഇത് കുടിക്കാൻ തന്നെ മൃഗങ്ങൾ വരും. കാടിൻ്റെ ഒരു സൈലൻസ്. എന്താ വലിയ മരം നോക്കി. ഇപ്പോൾ സമയം 5-5:30 ഇതുവരെ മൃഗങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ ചില മൃഗങ്ങളൊന്നും മാനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ പറയുന്ന കാട്ടുപോത്ത് അങ്ങനത്തെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇച്ചിരി ഡേഞ്ചറസ് ആണ്. അതിന് മുമ്പായിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പിടിക്കേണ്ടി വരും, റൂമിലേക്ക് പോകേണ്ടി വരും. അധികം പോകുന്നില്ല, കാരണം നമുക്കറിയില്ല ഇതിൻ്റെ എസ്റ്റേറ്റിൻ്റെ പുറത്ത് പോയാൽ പിന്നെ നമുക്ക് പണിയാണ്. തിരിച്ച് ആ സൈഡ് പോയി നോക്കാം എങ്ങനെ എന്തൊക്കെയുണ്ട്. ഇതല്ല ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈഡ് ഫോറസ്റ്റ്, ഈ സൈഡ് എസ്റ്റേറ്റ്. ഈ ഒരു പേരെന്ത് വിളിക്കും. ആന പോകുന്ന വഴിയാണ്. ഒരു ചെറിയ റൂംസ് പോലെ കാണുന്നുണ്ട്, എന്താണെന്നറിയില്ല. പക്ഷെ വലിയ ബംഗ്ലാവായിട്ടൊന്നും തോന്നുന്നില്ല. എന്നാലും ഒരു ജീവിയെ കണ്ടു, അതാണ് മയിൽ. പെട്ടെന്ന് ഇതുവഴി ക്രോസ് ചെയ്ത് ആൺമയിലാണ്. നമ്മളെ കണ്ട ഓടിപ്പോവാ. ഈ ശബ്ദം കേട്ട ഇതാ ചീവീടുകൾ കരയുന്ന. ഓരോ മരത്തിൻ്റെ മേലും ആ പ്രാണി ഉണ്ടാവും, ഇങ്ങനെ ശബ്ദമുണ്ടാവും. ഇതിലൂടെയൊക്കെ നടന്നു നോക്കി, പക്ഷേ ഇതുവരെ ഒരു മൃഗം പോലും വന്നിട്ടില്ല. 6 മണിയായി. അപ്പം എനിക്കൊന്ന് ഇരുടായി കഴിഞ്ഞാൽ മാത്രമേ ഇത് വരൂ. ഇതുകൊണ്ട് മയിലാണ് സൂം ചെയ്ത് കാണിക്കുക.